ലോക ഭൂപടത്തിൽ ഇന്ന് ഖത്തർ എന്ന രാജ്യം അടയാളപ്പെടുത്തിയിരിക്കുന്നത് കേവലം ഒരു സമ്പന്ന രാജ്യം എന്ന നിലയിൽ മാത്രമല്ല, മറിച്ച് വിദ്യാഭ്യാസം, ആരോഗ്യം, നയതന്ത്രം, കായികം തുടങ്ങിയ എല്ലാ മേഖലകളിലും ആഗോളതലത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വൻ ശക്തിയായിട്ടാണ്. ഈ അത്ഭുതകരമായ പരിവർത്തനത്തിന് പിന്നിൽ ഒരൊറ്റ മനുഷ്യന്റെ ദീർഘവീക്ഷണവും നിശ്ചയദാർഢ്യവുമുണ്ട്. അതാണ് ഖത്തറിന്റെ ഫാദർ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി. കഴിഞ്ഞ ദിവസം അന്തരിച്ച അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം പടുത്തുയർത്തിയ ആധുനിക ഖത്തറിനെ കുറിച്ചും അറിയാം. സ്വാഗതം ഇന്ത്യത്തിലേക്ക്. 1952 ജനുവരി 1 ദോഹയിലാണ് ഷെയ്ഖ് ഹമദ് ജനിച്ചത്. ഖത്തറിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ഉപരിപഠനത്തിനായി ബ്രിട്ടനിലേക്ക് തിരിച്ചു. ലോകപ്രശസ്തമായ സാൻഡ്ഹേഴ്സ്റ്റ് റോയൽ മിലിറ്ററി അക്കാദമിയിൽ നിന്നാണ് അദ്ദേഹം സൈനിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. 1971 അവിടെ നിന്ന് ബിരുദം നേടി തിരിച്ചെത്തിയ അദ്ദേഹം ഖത്തർ സായുധ സേനയിൽ ചേരുകയും രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയെ ആധുനീകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു. പിന്നീട് 1977 അദ്ദേഹം ഖത്തറിന്റെ കിരീടാവകാശിയായും പ്രതിരോധ മന്ത്രിയായും നിയമിതനായി. ഭരണാധികാരി എന്ന നിലയിലേക്ക് ഉയരുന്നതിന് മുൻപ് തന്നെ രാജ്യത്തിന്റെ വികസന നയങ്ങളിലും കായിക സമിതികളിലും അദ്ദേഹം സജീവമായിരുന്നു. തനിക്ക് ലഭിച്ച ആഗോള വിദ്യാഭ്യാസവും സൈനിക അച്ചടക്കവും പിൽക്കാലത്ത് ഒരു മികച്ച ഭരണാധികാരിയായി മാറാൻ അദ്ദേഹത്തെ ഏറെ സഹായിച്ചു. 1995 അദ്ദേഹം ഖത്തറിന്റെ ഭരണം ഏറ്റെടുക്കുമ്പോൾ രാജ്യം ഇന്നത്തെ പോലെ വികസിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പ്രകൃതിവാതകം എന്ന ഖത്തറിന്റെ ഏറ്റവും വലിയ സമ്പത്തിനെ കൃത്യമായി വിനിയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ദീർഘവീക്ഷണത്തോടെയുള്ള അദ്ദേഹത്തിന്റെ സാമ്പത്തിക നയങ്ങളാണ് ഖത്തറിനെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിശീർഷ വരുമാനമുള്ള രാജ്യങ്ങളിലൊന്നാക്കി മാറ്റിയത്. വെറുമൊരു മരുഭൂമിയിൽ നിന്നും ആധുനിക ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വാനോളം ഉയർന്ന കെട്ടിടങ്ങളും അത്യാധുനിക ഇൻഫ്രാസ്ട്രക്ചറുകളും അദ്ദേഹം പടുത്തുയർത്തി. സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം തന്നെ ഖത്തറിനെ ആഗോള രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവാക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു അൽ ജസീറ വാർത്താ ശൃംഖലയുടെ തുടക്കം. അറബ് ലോകത്ത് നിന്നും ലോകമെമ്പാടുമുള്ള വാർത്തകൾ നിഷ്പക്ഷമായി ജനങ്ങളിൽ എത്തിക്കാൻ അൽ ജസീറയിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. ഇത് ആഗോള മാധ്യമ രംഗത്ത് ഖത്തറിന്റെ സ്വാധീനം ശക്തമാക്കി. ഒപ്പം തന്നെ ലോകരാജ്യങ്ങൾക്കിടയിലെ തർക്കങ്ങളിൽ ഒരു നിഷ്പക്ഷ മധ്യസ്ഥനായി ഖത്തറിനെ മാറ്റിയതും അദ്ദേഹത്തിന്റെ മികച്ച നയതന്ത്ര മികവായിരുന്നു. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ രാജ്യം വളരേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങളിൽ മാത്രമല്ല, ജനങ്ങളുടെ അറിവിലൂടെയാണ്. അതുകൊണ്ടാണ് ഖത്തർ ഫൗണ്ടേഷൻ സ്ഥാപിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച സർവകലാശാലകളെ ഖത്തറിലേക്ക് എത്തിച്ചത്. എഡ്യൂക്കേഷൻ സിറ്റി എന്ന വിപ്ലവകരമായ പദ്ധതിയിലൂടെ ഖത്തറിലെ യുവതലമുറയെ അദ്ദേഹം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തി. കായിക രംഗത്തും ഖത്തറിനെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ്. ഒടുവിൽ നമ്മൾ കണ്ട 2022 ഫിഫ ലോകകപ്പിന് ഖത്തറിനെ വേദിയാക്കിയതിന്റെ അടിത്തറ പാകിയതും ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നേതൃത്വമായിരുന്നു. 2013 അധികാരത്തോട് യാതൊരു മോഹവുമില്ലാതെ തന്റെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി അദ്ദേഹം ഭരണം നിലവിലെ അമീറായ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിക്ക് കൈമാറി. ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കണം എന്നതിന് ലോകത്തിന് മുന്നിൽ അദ്ദേഹം വെച്ച ഏറ്റവും വലിയ മാതൃകയായിരുന്നു അത്. പദവികളിൽ നിന്ന് ഒഴിഞ്ഞെങ്കിലും എന്നും ഖത്തറിലെ ജനങ്ങൾ അദ്ദേഹത്തെ അതിരറ്റി സ്നേഹിക്കുകയും ഫാദർ അമീർ എന്ന് ആദരവോടെ വിളിക്കുകയും ചെയ്തു. ഇന്ന് നാം കാണുന്ന സമാധാനപൂർണവും വികസിതവുമായ ഖത്തർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി എന്ന യുഗപ്രഭാവനായ നേതാവ് കണ്ട സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണ്. ചരിത്രം അദ്ദേഹത്തെ എക്കാലവും ആധുനിക ഖത്തറിന്റെ ശില്പി എന്ന് തന്നെയായിരിക്കും രേഖപ്പെടുത്തുക. തന്റെ 74-ാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഖത്തറിന് മാത്രമല്ല, ആഗോള സമൂഹത്തിന് തന്നെ വലിയൊരു ദാർശനികനെയാണ് നഷ്ടമായിരിക്കുന്നത്.